ഞാൻ ഇന്ന് ശരിക്കും പെട്ട് ഗൈസ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയാ ആലോചിച്ചേ, ഒരു വഴി കയറിയതാ. എനിക്കിങ്ങനെ ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. ഞാൻ യൂബർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 6 മാസം കഴിയാറ്. ഈ 6 മാസത്തിനിടയിൽ എനിക്ക് ഫസ്റ്റ് ടൈം ഒരു ഇടവഴി കയറിയിട്ട് പണി കിട്ടുന്നത്. ആ വഴി കയറിയിട്ട് എനിക്ക് തിരിച്ചിറങ്ങാനും പറ്റുന്നില്ല, അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. നടുക്ക് ലോക്ക്, പക്ക ലോക്ക്. അതൊരു കാറ് പോകാൻ മാത്രമുള്ള ഇട. അത്ര ഉള്ള ഇടയിൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് കയറ്റി വെച്ച്. എന്നാൽ പിന്നെ അവിടെ നിൽക്കുന്നവരെങ്കിലും പറയണ്ടേ, ചേട്ടാ അവിടെ കാർ പോകൂല, അവിടെ എന്ത് ചെല്ലുമ്പോൾ ഒരു T ജംഗ്ഷനാ, അവിടെ തിരിയൂല വണ്ടി. ഇവന്മാരാരെങ്കിലും ഒന്ന് പറയണ്ടേ? ഇവന്മാരും പറയുന്നില്ല, നമ്മളെടുത്ത് വെക്കുകയും ചെയ്ത് വണ്ടി പോകുന്നില്ല, ആകെ ലോക്ക്. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ പുറത്തിറങ്ങി കേട്ടോ. അവസാനം അവിടുത്തെ ചേട്ടന്മാരെല്ലാവരും കൂടെ ഒന്ന് ഡയറക്ഷനും കോപ്പും എല്ലാം കൂടെ പറഞ്ഞു തന്ന് ശരിക്കും ഞാൻ തന്നെയാണ് എടുത്ത്. പിന്നെ ഒരു പുള്ളിയുണ്ട്, മറ്റേ വീടിൻ്റെ പുള്ളിയുടെ മതിലിടിക്കാൻ ചെന്നപ്പോൾ പുള്ളി വഴിയെല്ലാം കൂടെ പറഞ്ഞ് ഒരു വിധത്തിൽ എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട്. ഈ അങ്ങനെ സീനുണ്ടായിരുന്നു. എന്താ പൊന്നോ, ഇന്നൊന്നും അറിയില്ല. അപ്പം ഭയങ്കര ഡൗണിങ്, ലൈക്ക് ആരും മിസ് ചെയ്യുന്ന പോലെ ഒരു ഫീലിങ്. ഞാൻ ഇന്നലെ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷേ ഇന്നലെ ഒരു മൂഡ് ആരും മിസ് ചെയ്യുന്ന, ഭയങ്കര മിസ്സിങ്. എന്താണെന്നറിയില്ല, ഭയങ്കര മിസ് ചെയ്യുന്ന പോലെ. ആരെയാണെന്നറിയില്ല. ഗൈസ്, നിങ്ങൾ യൂബറിൽ ഇന്നലെ തീരെ ഓട്ടം കുറവായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ എടുത്തു വന്നപ്പോൾ മറ്റേ റൺ ടെസ്റ്റ് കൊടുക്കണമായിരുന്നു. മറ്റേ ഇതില്ലേ, എന്തോ ഇതിൻ്റെ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ആയിട്ട് കിടക്കുമായിരുന്നു. എനിക്കത് അറിയത്തില്ലായിരുന്നു. അപ്പം ഓട്ടം കിട്ടാൻ അതുകൊണ്ട് ഒരുപാട് വൈകി. പിന്നെ ഇത് ഓടിക്കുന്ന ടൈമിലെ ഇത് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. നമ്മൾ വണ്ടി ഓട്ടുന്ന ടൈമിലെ ഇത് മറ്റേ മണിക്കൂർ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്തുള്ളൂ. അത് ഏകദേശം 14-15 മണിക്കൂർ നമുക്ക് വണ്ടി ഓട്ടാം. അത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടാൻ പറ്റൂല. അത് കഴിഞ്ഞാൽ റെസ്റ്റ്, 6 മണിക്കൂർ റെസ്റ്റ്. എന്ത് വന്ന 14 മണിക്കൂർ വണ്ടി ഓട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ 24 മണിക്കൂർ വണ്ടി ഓട്ടിക്കഴിഞ്ഞാൽ മനുഷ്യൻ ക്ഷീണിക്കുക. എനിക്കറിയാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ ഓട്ടം കിട്ടി 6 മണിക്കൂർ നിന്നാലും ഇതാവൂല. നമ്മൾ 14 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുക തന്നെ വേണം. അതാണ് ഇവർ പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഫുഡ് കഴിച്ചില്ല. ഫുഡ് കഴിക്കാൻ ഈ ഹോട്ടലിൽ ആക്കണം. വിശക്കുകയും ചെയ്യുന്നു, ഒടുക്കത്തെ വിശപ്പ്. എവിടെയാ നല്ല വിശപ്പ്, എന്താണെന്നറിയില്ല. നല്ല വിശപ്പും കാര്യങ്ങളും. എന്താ വാന്നും അറിയില്ല. എനിക്കാണെങ്കിൽ വയ്യതാണ്. എന്തോ അങ്ങോട്ട് ഓടാൻ ഒരു മൂഡ് വരുന്നില്ല. ഓടുമ്പോൾ എനിക്ക് ആരും മിസ് ചെയ്യുന്ന, ആരുടെയൊക്കെ ഓർമ്മകൾ വരുന്നില്ല. ആരുടെയാണെന്ന് എനിക്കറിയില്ല. ചില ഓർമ്മകൾ നമ്മളിങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യില്ലേ. ഹോൾഡ് ബാക്ക് എന്ന് പറഞ്ഞൊന്നുമില്ല. ഞാൻ ഇപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇമോഷൻസിനെ കുറിച്ചല്ലേ അല്ലേ. അതുകൊണ്ട് ഒരു പൂക്കാരെ, ഈ പൂക്ക് എന്താ വില എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ അടുത്ത് നിന്ന് മൊത്തം പ്ലാസ്റ്റിക് ആയിരിക്കും അല്ലേ. പ്ലാസ്റ്റിക് ആയിരിക്കും. അറിയാൻ പാടില്ല. പാങ്കോട് ഞാൻ ഒരു ഹോട്ടലിൽ കയറി ഗൈസ്. എൻ്റെ പൊന്നോ, അവിടെ ഞാൻ എന്തുണ്ടെന്ന് ചോദിക്കാൻ എന്നെക്കൊണ്ട് പറ്റിയില്ല. ഞാൻ 2 പൊറോട്ട, എതിരെ ഇരിക്കുന്ന 2 പൊറോട്ട മുട്ട, ഞാനും അതിൻ്റെ പറഞ്ഞു 2 പൊറോട്ട മുട്ട. എൻ്റെ വേറൊരു പുള്ളി പുട്ട് കടലക്കറിയൊക്കെ പോറാ. ബീഫ് ഉണ്ടെന്ന് ചോദിച്ചിട്ട് ബീഫ് എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ടങ്ങാണ്ട് ഓടിപ്പോയി. നിൽക്കാൻ സമയമില്ലാത്ത രീതിയിൽ തിരക്കാന്ന് തോന്നുന്നു. എന്താ അറിയില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ 2 പൊറോട്ട, ഒരു മുട്ടക്കറി, ഒരു ചായയും കുടിച്ചിട്ടിരിക്കുന്ന ഇരിപ്പാണ്. ഇനി എനിക്ക് എന്തെങ്കിലും ഉച്ചയ്ക്ക് കഴിക്കണം, അല്ലെങ്കിൽ മനസ്സമാധാനം കിട്ടൂല. ഇപ്പം സമാധാനത്തിന് വേണ്ടി ഫുഡ് കഴിക്കുക. സമാധാനം കെടുമ്പോൾ ഫുഡ് കഴിക്കുക, അന്നേരം കുറച്ച് ആശ്വാസം. വയറ് നിറഞ്ഞു കഴിയുമ്പം സമാധാനമൊക്കെ താനേ വരുമെന്ന് തോന്നുന്നു. മുടിയൊക്കെ പറ്റ വെട്ടി ഞാൻ ബോറായിട്ടുണ്ട്. മുടിക്ക് ഉള്ളു കുറവായതുകൊണ്ട് ബോറായിട്ടുണ്ട് സംഭവം. അതൊന്നും കാണിക്കൂല, അതൊക്കെ സീക്രട്ട്. കോലഞ്ചേരി പിറവ എന്തോ വന്ന എനിക്ക് ശരിക്കും ഒരാളെ മിസ് ചെയ്യുന്ന. പക്ഷേ ഇനി അയാളെ ശരിക്കും ഞാൻ ആരെ മിസ് ചെയ്യുന്നു. അയാളെ എനിക്ക് തിരിച്ച് റിപ്പീറ്റായിട്ട് എനിക്ക്
കോളി എല്ലാം ബ്ലോക്കാന്ന് വിചാരിച്ചോ. പക്ഷെ എനിക്ക് എന്താണ് വേറൊരു രീതിയിൽ ട്രൈ ചെയ്താൽ അത് ഒരു സ്റ്റാൻഡേർഡ് രീതി ആവില്ല. നമ്മളെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോയത് തന്നെയാണ്. പിന്നെ നമ്മളിനി എത്ര സ്നേഹം കാണിച്ചിട്ട് നമ്മളിനി എത്ര അതിനു വേണ്ടി പുറകെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനാണ് പാട്. നമ്മളെ ഒരാൾ വിട്ടു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഒരാൾ ഡിസ്റ്റൻസ് ഇടുമ്പം നമ്മൾ അത് എത്രത്തോളം അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സിൽ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുക, അതൊരു പേരിൽ ഭയങ്കര പെയിനാണ്. ലൈക്ക് അതൊരു സത്യത്തിലൊരു പെയിനാണത്. അത് വേറെ ഓർമ്മകൾ ഇല്ലാതാക്കാൻ പറ്റണം നമുക്ക്. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വർക്കിൽ അത്രയ്ക്ക് നമുക്ക് അതിനേക്കാൾ വേറെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വർക്കിൽ നമ്മൾ എൻഗേജ്ഡ് ആവണം. അല്ലെങ്കിൽ പിന്നെ മാനിഫെസ്റ്റേഷൻ ശ്രമിച്ചാലോ. എനിക്ക് മാനിഫെസ്റ്റേഷനിലൊന്നും തീരെ വിശ്വാസമില്ല. അതൊക്കെ വെറുതെയാണ്. അതൊക്കെ എങ്ങനെ നടക്കും? അതൊക്കെ എനിക്കറിയില്ല അതൊക്കെ എങ്ങനെ നടക്കുമെന്ന്. എനിക്കറിയില്ല അതൊക്കെ നടക്കും. എങ്കിൽ ഞാൻ മിസ് ചെയ്യുന്ന ആളെ ശരിക്കും ഞാൻ മാനിഫെസ്റ്റേഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മാനിഫെസ്റ്റേഷൻ വർക്കൗട്ട് ആകുന്നത്. ഇതിൽ പരീക്ഷിക്കാൻ പറ്റുന്നു. ഞാൻ മാനിഫെസ്റ്റേഷനെ കുറിച്ച് ശരിക്കും എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ആഗ്രഹിച്ചാലും നമ്മളെ എന്താണ് ഈ ലോകം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുക, അത് നമുക്ക് കൊണ്ടുതരാൻ അങ്ങനെ കണ്ടല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ശരിക്കും മിസ് ചെയ്യുന്ന ആളെ ശരിക്കും ഓർത്ത് ആഗ്രഹിച്ച് നോക്കിയാൽ ശരിക്കും ലോകത്തിൻ്റെ അടുത്ത് ആളൊക്കെ തിരിച്ചു കൊണ്ടുതരാം. അത് മറ്റേ വന്ദന സിനിമയ്ക്ക് അത് ലാസ്റ്റിൽ മോഹൻലാൽ ശോഭനയും പിന്നെ മാനിഫെസ്റ്റേഷൻ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരാളെ മിസ് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് മിസ് ഫീൽ ചെയ്യുന്നത്. അയാൾ എവിടെയോ ഉണ്ട്. അപ്പം അങ്ങനെയാണ്. ഒരാളെ നമ്മൾ ഓർമ്മകളിൽ നിന്ന് എടുത്തെറിയാൻ ശ്രമിച്ചാലും ചിലപ്പോൾ നമുക്ക് കഴിയത്തില്ല. ചിലപ്പം കഴിയത്തില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഗുട്ടൻസ്. ഗൈസ്, അടുത്ത വീഡിയോയിൽ ഞാൻ ഓടിക്കുന്ന വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം സെറ്റപ്പ് ആണെന്നൊന്നുമില്ല, നൈസാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ ഓടിക്കുന്ന ഓൾട്ടാണ് ബ്രോ. ഓൾട്ടോ 800 നല്ല വണ്ടിയാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ആക്സിലേറ്ററൊക്കെ കൊടുത്താൽ പോയെന്നൊക്കെ പറയാം. ഇപ്പം അത്യാവശ്യം പഴക്കമുണ്ട് വണ്ടിക്ക്, അതാണ്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാൻ എന്താ പറയാൻ പറഞ്ഞാൽ മിസ് ചെയ്യുന്ന ഒരാളെ നമ്മൾ മിസ് ചെയ്ത് നമ്മുടെ ഓർമ്മകളിൽ നിന്ന് നമുക്ക് ഒരാളെ എടുത്തു കളയാൻ എനിക്കറിയില്ല നമുക്ക് സാധിക്കുമോ? ശരിക്കും നിങ്ങൾക്ക് സാധിക്കുമോ? ഞാൻ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും സാധിക്കുമോ? നമ്മുടെ ഓർമ്മകളിൽ നിന്ന് നമ്മളത്ര ഡെപ്തായിട്ട് ഓർമ്മകളിലുള്ള ഒരാളെ എടുത്ത് എങ്ങനെ നമുക്ക് കളയാൻ പറ്റും? അവരുടെ ഓർമ്മകൾ എങ്ങനെ കളയാൻ പറ്റും? അത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിലാണോ അത് നമ്മൾ മനസ്സിലാക്കി റെക്ടിഫൈ ചെയ്ത് മാറ്റണം, അല്ലേ? അത് നമ്മൾ എന്തിലാണ് അവരിൽ എന്താണ് നമ്മൾ അട്രാക്റ്റഡ് ആയത്, അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് മാറ്റണം. ആ ഒരു സൊല്യൂഷനേ ഉള്ളൂ. വേറെ ഒന്നും ഇതിനകത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ ശരിക്കും റെക്ടിഫൈ ചെയ്തിട്ട് എനിക്കിങ്ങോട്ട് കിട്ടുന്നില്ല. ഓക്കെ ഗൈസ്, ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇത് പറയാനാണ് ഞാൻ വന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്, ഡിസംബർ ഞായറാഴ്ച 2025 തീരാൻ പോണ്. 20-21 എങ്ങാണ്ടാണ്. ഭയങ്കര മൂഡ് ഓഫ്. പള്ളിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഇത് നിർത്തിയിട്ട് നാട്ടിൽ പോയാലോ നാളേക്കാണ്. നാട്ടിൽ പോയിട്ട് 2 ദിവസം നിന്നിട്ട് തിരിച്ചു വന്ന ഓർമ്മകളിൽ നിന്നെല്ലാം മായാൻ പറ്റുമോ എനിക്കറിയില്ല. എനിക്കൊരു ബ്രേക്ക് വേണം തോന്നുന്നു. എനിക്കറിയില്ല ഗൈസ്, ഞാൻ ചിലപ്പോൾ ഒരു ബ്രേക്ക് എടുത്താലോ. ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് വീഡിയോ നീണ്ടു. എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സാധനം വരുത്തില്ല. പുതിയൊരു ഫോൺ എടുക്കാനുള്ള പൈസ ഇല്ലാതാണ് മെയിൻ. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സെറ്റാണ്. എൻ്റെ എല്ലാ കടങ്ങളും തീരും. പിന്നെ എനിക്ക് മുമ്പോട്ട് വേറെ എന്തെങ്കിലും ചിന്തിക്കാം. പഠിക്കാൻ ഞാൻ ഇപ്പോൾ EMI എടുത്ത് കുറേ സാധനങ്ങളൊക്കെ
ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം അതൊക്കെ തീരണമെങ്കിൽ 1 ലക്ഷം രൂപ കറക്റ്റ് കിട്ടുക, എൻ്റെ EMI കാര്യങ്ങളെല്ലാം തീരും. പിന്നെ 1 ലക്ഷം കൂടെ ഉണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഞാൻ നാട്ടിൽ പോയല്ലോ നിലയ്ക്ക്, കുറച്ച് ബ്രേക്ക് വേണം. ഞാൻ നാട്ടിൽ പോവാം ഗൈസ്, ഞാൻ നാട്ടിൽ പോവാം.